ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ വെറുതെ ആയിട്ട് ഓഫീഷ്യലായിട്ടൊക്കെ ചുമ്മാ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഒരു പ്രത്യേക കാരണം കേട്ടോ. കാരണം എനിക്ക് ഇന്ന് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പിൻകോഡ് വെരിഫിക്കേഷൻ ഇന്നാണ് കിട്ടിയത് കേട്ടോ. അതായത് നമുക്ക് ഗൂഗിള് ഓൾറെഡി നമുക്ക് $10 കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസ് നമുക്ക് ഒരു 6 പിൻ വെരിഫിക്കേഷൻ കോഡ് അയക്കും നമ്മുടെ അഡ്രസ്സിലോട്ട്. അപ്പം അത് എനിക്ക് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോ ഷോർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളോടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണണേ. ആഡ്സെൻസ് നമുക്ക് $10 ആയി കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മുടെ അഡ്രസ്സിലോട്ട് നമുക്ക് ഈ പിൻകോഡ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ഇതയക്കും, ഒരു ലെറ്റർ അയക്കും. അപ്പോൾ അത് പല ആൾക്കാർക്കും കിട്ടാറില്ല എന്ന് പറയുന്നു, പല ആൾക്കാർക്കും നേരത്തെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കിട്ടാത്തത് കാരണം വീണ്ടും അവർക്ക് അത് റീസെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. പിന്നെ 4 മാസം തുടർച്ചയായിട്ട് നമുക്ക് ഈ സാധനം, അതായത് ഈ പിൻ നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ആഡ്സ് സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ല. പിന്നെ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഈ പിൻ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇത് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കാരണം ഈ പിൻ വെരിഫിക്കേഷൻ്റെ കാര്യത്തിൽ പല ആൾക്കാർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. പിൻ വെരിഫിക്കേഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ട്. അപ്പം പല ആൾക്കാരും ചോദിക്കുന്നത് ഇത് ഏത് അഡ്രസ്സിലോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ നിൽക്കുന്ന അഡ്രസ്സിലോട്ടാണോ കൊടുക്കേണ്ടത്, അത് ആധാറിലെ അഡ്രസ്സിലോട്ടാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സുകളുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ സംഭവം ഞാൻ നേരിട്ട ആളാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം പല ആൾക്കാരും ഈ യൂട്യൂബിലൊന്നും ഇത് കറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ യൂട്യൂബ് ഈ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യണം, ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യണം, അത് നമ്മൾ വെരിഫിക്കേഷൻ ഉണ്ട്, നമ്മൾ ഐഡൻറ്റി വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ പറഞ്ഞ അഡ്രസ് വെരിഫിക്കേഷൻ, പിന്നെ നമ്മൾ ടാക്സ് വെരിഫിക്കേഷൻ, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ പിന്നിൻ്റെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കുറേ സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഈ ഞാനെന്ന വ്യക്തി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ട്രാൻസ്മെൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിലെ അഡ്രസ്സ് എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വീട്ടിലെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ സാധനം അങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ ആ സാധനം ഒരിക്കലും എൻ്റെ കയ്യിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ആ കറൻറ്റ് അഡ്രസ്സാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പാൻ കാർഡ്, ലൈസൻസ്, പാസ്പോർട്ട്, അങ്ങനെ സാധനങ്ങളാണ്. ആധാർ ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ കൊടുത്ത് പാൻ കാർഡാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം, ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം നമ്മളതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് കിടക്കുന്നത്. അപ്പോൾ ഈ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ വീട്ടിലെ അഡ്രസ്സ് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വീടോ കുടിയൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വീട്ടിൽ പോകാത്തൊരവസ്ഥയുള്ള ഒരാളാണ്, വീടുണ്ട് പക്ഷേ വീട്ടിൽ പോകാൻ കഴിയാത്തൊരാൾ, അല്ലെങ്കിൽ വീടില്ലാത്തൊരാൾ, ഈ സിംഗിളായി ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവർ എവിടുത്തെ അഡ്രസ്സ് ഇട്ട് കൊടുക്കും? ചിലപ്പോൾ ആധാറിലെ അഡ്രസ്സ് ആയിട്ട് മാച്ച് ഉണ്ടാവില്ല അവർ താമസിക്കുന്ന ഇത് വന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുടെ ആവശ്യമായിട്ട് പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഈ അഡ്രസ്സ് ആധാറിലെ അഡ്രസ്സ് കൊടുക്കാൻ ഇമ്പോസിബിളാണ്. വീട് മാറിപ്പോയ ആൾക്കാർ കുറേ സംഭവങ്ങളുണ്ട്. ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടുത്തെ അഡ്രസ്സ് കൊടുത്താണ്. ഓക്കെ, അല്ലാതെ കൂട്ടുകാർ പറയും നിങ്ങൾ ആധാറിലെ അഡ്രസ്സ് തന്നെ കൊടുക്കണം, അല്ലാതെ നിങ്ങൾക്ക് സാധനം കിട്ടൂല എന്നൊക്കെ വെറുതെ പറയട്ടോ. കാരണം എനിക്ക് കിട്ടിയതാണ്, എനിക്ക് ഇപ്പോൾ വന്നു. ഞാൻ ഉദാഹരണമാണ്, ഞാൻ എൻ്റെ എവിടെ നിൽക്കണേ ആ നാട്ടിലെ അഡ്രസ്സാണ് കൊടുത്തത്, ആ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തത്, അല്ല ഞാൻ എൻ്റെ വീട്ടിലെ അഡ്രസ്സല്ല കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരൊക്കെ പലതും പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ പലതും പറയും, നിങ്ങൾ ആധാറിലെ അഡ്രസ്സേ കൊടുക്കാൻ പാടുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കാര്യത്തോട് കിടക്കുകയാണെങ്കിൽ
കുറച്ചധികം പോകാനുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ഈ സംഭവങ്ങളൊക്കെ മോണിറ്റൈസേഷൻ ആയി എന്ന് വിചാരിക്കുക. ഈ ആയി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ അറിയില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം എല്ലാവർക്കും ഇപ്പം വിദ്യാഭ്യാസം ഉണ്ടായിക്കണമെന്നില്ല, എല്ലാവർക്കും കുറച്ച് അറിയണമെന്നില്ല. അപ്പോൾ ഈ യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പിൻ വെരിഫിക്കേഷൻ, ഐഡൻറ്റി വെരിഫിക്കേഷൻ, ടാക്സ് വെരിഫിക്കേഷൻ, ഇതൊക്കെ ചെയ്യാനുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടൂല, നമ്മൾ ചെയ്തൊക്കെ വേസ്റ്റ് ആയിപ്പോവും, ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഫ്രണ്ട്സിനോട് ചോദിച്ചാലും ഫ്രണ്ട്സിന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ ഈ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുക. യൂട്യൂബേഴ്സ് എല്ലാവരും ഒന്നും മറുപടി കൊടുക്കൂല്ല, അതെനിക്കറിയാം. യൂട്യൂബേഴ്സൊന്നും എല്ലാവരും ഇതിനെ സഹായിക്കില്ല. അപ്പോൾ ചില യൂട്യൂബേഴ്സ്, ബുദ്ധിയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്, അത് കുറച്ച് വക്രബുദ്ധി എന്ന് പറയാം. അതായത് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ സംഭവം ഞാൻ നോക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ സംഭവം ഞാൻ നോക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവർ എത്ര പേയ്മെൻറ്റ് വാങ്ങേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ വാങ്ങുന്ന പേയ്മെൻറ്റ് 2000 മുതൽ എത്രയാണോ അത്ര ഇവർ വാങ്ങുന്നുണ്ട്. ഒരു സംഭവത്തിന് ഇവർ വാങ്ങുന്നത് 4500, 2000, 2500, ഇങ്ങനെ ഹൈ പേയ്മെൻറ്റാണ് ഇവർ ഒരു ചെറിയ സംഭവം ചെയ്തു കൊടുക്കാൻ വേണ്ടി വാങ്ങുന്നത്. അപ്പോൾ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചൂഷണം ചെയ്യുന്നുണ്ട് ആൾക്കാരെ. ഓക്കെ, അപ്പോൾ ഞാൻ പറയേണ്ട ഒറ്റൊരു കാര്യമാണ്, നിങ്ങൾ ആരും ഈ സംഭവത്തിന് പോകരുത്. കാരണം ഈ സംഭവം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, ഈ പൈസ വാങ്ങുന്ന ടീമുണ്ടല്ലോ യൂട്യൂബേഴ്സ്, ഓലെ തന്നെ ചാനൽ നോക്കിയാൽ മനസ്സിലാക്കുക. ഓലെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് വെരിഫിക്കേഷനാണ് ചെയ്യണമെങ്കിൽ ടാക്സ് വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടാവും, ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ പിൻ വെരിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പിൻ വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയും വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ചെയ്യാൻ സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യുമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അല്ലാതെ പൈസ കൊടുത്ത് 2500 മുതൽ 8000 വരെയൊക്കെയാണ് പൈസ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ കഥ? ബിസിനസ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കുറേ പേര് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം, കുറേ ആൾക്കാർ പൈസ കൊടുത്ത് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. സത്യം പറഞ്ഞതൊരു ബിസിനസ്സാണ്, ഇതിന് നിൽക്കണ്ട, ഞാൻ തുറന്നടിച്ച് പറയാണ്. ഇതുകൊണ്ട് കുറേ ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇത് നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഞാൻ പോലും ഫസ്റ്റ് വിചാരിച്ചു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം നമ്മൾ കാണുമ്പോൾ പേടിച്ചു പോവുകയാണ് കുറേ സംഭവങ്ങൾ. പക്ഷേ ഇതൊക്കെ നിസ്സാരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ നിസ്സാരമായ സാധനത്തിന് നിങ്ങൾ 8000, 4000 ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങളെ ഫോൺ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ പൈസ പോലും വാങ്ങാതെ ആരെങ്കിലും സഹായിച്ച് തരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. 8000, 4000 കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല വഴികളും നോക്കും. നിങ്ങൾ നിൽക്കണ്ട, ഞാൻ ആദ്യമേ പറയുകയാണ്. പിന്നെ പറയാനുള്ള വേറെ കാര്യം, ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതായത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും, തുടക്കക്കാരും തുടങ്ങിയിട്ട് ക്ലിക്കാവാത്ത ആൾക്കാരുണ്ടാവും. അതായത് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് ക്ലിക്കായിട്ടില്ല. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ 1000 ആയിട്ടുണ്ടാവില്ല. ചിലർക്ക് 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആവാത്ത ആൾക്കാരുണ്ടാവും. കാരണം യൂട്യൂബിലെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാലോ, 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും ആയാലാണ് മോണിറ്റൈസേഷൻ ആവുക. അപ്പം അതാവാത്ത ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിപരമായിട്ട്, ഞാൻ പറഞ്ഞ വക്രബുദ്ധി, അഗെയിൻ റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ്, അവരെന്ത് ചെയ്യും, ഇതേപോലെ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, ഇതിനായിട്ട് നടക്കുന്ന യൂട്യൂബേഴ്സ്, ഓർക്ക് പൈസ കൊടുത്തിട്ട് ഇത് കൂട്ടാൻ നോക്കും, സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്ത് 4000, 5000, 8000, 10000 ഒക്കെ പൈസ കൊടുക്കുകയാണ് കേട്ടോ. കൊടുത്തിട്ട് വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ് ഇത് രണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്താണ്, ഓട്ടോമേഷൻ റോബോട്ട് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് വ്യൂസ് കൂട്ടണത്, അതായത് അവരുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. അങ്ങനെ അവർ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂട്ടിത്തരും. പക്ഷേ പ്രശ്നം പറ്റുന്നത് പിന്നീടായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ചാനൽ മോണിറ്റൈസേഷനായി കിട്ടും, പക്ഷേ നിങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോഴാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാതിരി മണ്ടത്തരങ്ങൾ ചെയ്യരുത്. പല ആൾക്കാരും ചെയ്തിട്ടുള്ള കാര്യമാണ്.
ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. മണ്ടത്തരാണ്, ചെയ്യരുത്. പിന്നെ പറയാനുള്ള കാര്യം, പല ആൾക്കാരും സബ് ഫോർ സബ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള സംഭവം, അതായത് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വാച്ച് അവർ കൂട്ടാൻ വേണ്ടി എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളുടെ വീഡിയോ ഞാൻ കാണുക. അത് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സംഭവം ചെയ്യരുത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പണി കിട്ടാൻ പോവാം. തുടക്കത്തിൽ കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒരു 10-50 നിങ്ങൾക്ക് കയറും, വ്യൂസ് ചിലപ്പോൾ കുറച്ച് കയറിയെന്ന് വരും. പക്ഷേ നിങ്ങൾക്ക് ലൈഫ് ടൈം ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ അൺസബ് ചെയ്യാനും ചാൻസ് ഉണ്ട്. മാത്രമല്ല പിന്നെ പറയുന്ന വ്യൂസ്, ഇവരെ നിങ്ങൾ വീഡിയോസ് കാണുന്നത് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ. അപ്പോൾ വ്യൂസ് വീണ്ടും കുറയും. അപ്പോൾ ഈ സബ് ഫോർ സബ് എന്ന സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒറ്റ വീഡിയോ സംസാരിക്കാനുള്ളത്. ഓക്കെ. കാരണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്, ഇതിനെക്കുറിച്ചുള്ള നെഗറ്റീവ്സ്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്ക് തന്നെ ചെയ്യുക കാര്യങ്ങൾ, അല്ലാതെ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. കുറേ ബിസിനസ് പരിപാടി യൂട്യൂബിലുണ്ടെന്ന് അറിയാം, പക്ഷേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് ചെയ്യുക. ഓക്കെ. ഇതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. സെൽഫായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. മാക്സിമം വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കൺസിസ്റ്റൻസി ഉണ്ടാക്കുക. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് യൂട്യൂബിൽ വളരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്കാവില്ല. കൺസിസ്റ്റൻസ് ഓഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണെങ്കിലും, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ട്രാവലിംഗ് ആയാലും ഫുഡ് വ്ളോഗ് ആണെങ്കിലും ഡെയിലി വ്ളോഗ് ആണെങ്കിലും വാട്ടെവർ. ആദ്യം നിങ്ങൾ വ്യൂസ് നോക്കണ്ട. വ്യൂസിൽ ഇപ്പോൾ 10 5 ഒക്കെ ആയിരിക്കാം, 2 1 ആയിരിക്കാം. അത് നോക്കണ്ട. റെഗുലർലി നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് കൂടി വരും. ആ കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വ്യൂസ് കൂടും. പിന്നെ എങ്ങനെ ഫ്ലോയിൽ പോകും. യൂട്യൂബിൽ ഇത് എത്തിപ്പെടാൻ കുറച്ച് റിസ്ക്കാണ്, പക്ഷേ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഞാൻ പറഞ്ഞ പോലെ ഈ കുറേ പരിപാടികളുണ്ട്, അതിലൊന്നും പോയി ചാടാതിരിക്കുക. ഓക്കെ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.